ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഐ നോബഡി എന്ന് പറയുന്ന മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ നമ്മുടെ നായകൻ രാജീവൻ ISFC ബാങ്കിന്റെ ഒരു ബ്രാഞ്ചിലേക്ക് കയറി പോകുന്നതാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ബാങ്ക് മോഷ്ടിക്കാൻ 3 ആൾക്കാര് അവിടേക്ക് വരുന്നു. ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി പണം കവർന്ന് അവർ പുറത്തേക്കിറങ്ങുമ്പോൾ അവരുടെ കൂടെ രാജീവനും ഉണ്ടായിരുന്നു. രാജീവന്റെ തലയിൽ ഒരു കവറിട്ട് അയാളെ ബന്ദിയാക്കിക്കൊണ്ടാണ് ഈ മോഷ്ടാക്കൾ അവിടെ നിന്നും കടന്നു കളയുന്നത്. ആ ഏരിയയിൽ മറ്റൊരു കേസിന്റെ ആവശ്യവുമായിട്ട് വന്ന CPO ആയ അനസും മറ്റൊരു പോലീസുകാരനും ഈ സീൻ കാണുകയും ഈ മോഷ്ടാക്കളെ ഫോളോ ചെയ്തു പോവുകയും ചെയ്യുന്നു. എന്നാൽ മോഷ്ടാക്കളാകട്ടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ പോലീസുകാർക്ക് നേരെ തോക്കു ചൂണ്ടി പേടിപ്പിക്കുന്നു. പക്ഷേ ഈ അനസിന് മോഷ്ടാക്കളുമായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടായിരുന്നു. അനസ് ഒന്ന് കണ്ണു കാണിച്ചതും മോഷ്ടാക്കളിൽ ഒരാളാകട്ടെ പോലീസുകാരുടെ ജീപ്പിലേക്ക് ഷൂട്ട് ചെയ്ത ശേഷം വീണ്ടും രാജീവനെയും കൊണ്ട് അവിടെ നിന്നും കടന്നു കളഞ്ഞു. എന്നാൽ ഒരാളാകട്ടെ ഇതെല്ലാം കാണുകയും വീഡിയോയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി പോലീസുകാർക്ക് നാണക്കേടായി. സീനിയർ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് അനസിന് നല്ല പോലെ വഴക്ക് കേട്ടു. മോഷ്ടാക്കളാകട്ടെ തങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കാറ് കത്തിക്കുകയും അതിനുശേഷം അവർ നേരത്തെ തന്നെ കൊണ്ടിട്ടിരുന്ന ടാക്സി കാറിൽ കയറി ഹൈവേയിലൂടെ പോവുകയും ചെയ്യുന്നു. ഈ മോഷ്ടാക്കള് പലയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. കോശി, പീറ്റർ, അലക്സ് എന്നിങ്ങനെയായിരുന്നു അവർ 3 പേരുടെയും പേര്. മര്യാദയ്ക്ക് റോബറി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിനക്ക് എന്തിന്റെ അഹങ്കാരമായിരുന്നു, നീ എന്തിനാ ഞങ്ങളെ തടയാൻ വന്നേന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ രാജീവനെ വീണ്ടും ഉപദ്രവിക്കുന്നു. ഈ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിൽ നിന്നും രാജീവന്റെ കാര്യം മനസ്സിലായി. ഇവരുടെ കൂടെ 4-മനായിട്ട് ഒരാൾ കൂടിയുണ്ട്. അവന്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ് ഇവന്മാരും മോഷണം നടത്തിയിരിക്കുന്നത്. രാജീവനെ തലയിൽ കവറിട്ട് തന്നെ ഇവർ റോഡിന്റെ നടുക്ക് ഇറക്കി വിടുന്നു. എന്നാൽ പീറ്റർ രാജീവനെ റോഡിന്റെ നടുക്കേക്ക് വിട്ടിട്ട് പോകുമ്പോഴേക്കും രാജീവൻ എങ്ങനെയൊക്കെയോ അവനുമായിട്ട് പിടിവലി കൂടി അവന്റെ ഡ്രസ്സിലുണ്ടായിരുന്ന അവന്റെ നെയിം പ്ലേറ്റ് കൈക്കലാക്കി. ഒരു കഫേയിൽ ജോലി ചെയ്യുകയായിരുന്നു പീറ്റർ. അവിടുത്തെ യൂണിഫോം ആയിരുന്നു അവൻ ധരിച്ചിരുന്നത്. തിരിച്ച് കാറിൽ വന്ന് കയറി കാറ് വിട്ട് പോയി കഴിയുമ്പോഴാണ് അവന്റെ നെയിം പ്ലേറ്റ് മിസ്സായ കാര്യം അവർ മനസ്സിലാക്കുന്നത്. അവർ തിരിച്ചു വീണ്ടും രാജീവന്റെ അടുത്തേക്ക് വരുന്നു. രാജീവന് നേരെ വണ്ടി ഓടിച്ചു വരുമ്പോൾ രാജീവന്റെ 2 സൈഡിലായിട്ട് 2 ലോറികൾ വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഇവർ പേടിച്ചു വണ്ടി തിരിച്ചു. പക്ഷെ ഇവരുടെ വണ്ടി ആക്സിഡന്റ് ആവുകയും സ്പോട്ടിൽ തന്നെ ആ 3 പേർ മരിക്കുകയും ചെയ്തു. നാട്ടുകാർ രാജീവനെ ഹോസ്പിറ്റലിലാക്കി. ഈ സംഭവം അറിഞ്ഞ് അനസ് അവിടേക്ക് വരുമ്പോഴാണ് മോഷ്ടാക്കൾ 3 പേരും മരിച്ച കാര്യം അറിയുന്നത്. അവരുടെ ഡെഡ് ബോഡീസ് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആരും കാണാതെ അലക്സിന്റെ പോക്കറ്റിൽ നിന്നും അവന്റെ ഫോൺ അനസ് കൈക്കലാക്കി. കാരണം അലക്സുമായിട്ടായിരുന്നു അനസിന് കണക്ഷൻ ഉണ്ടായിരുന്നത്. അവന്റെ ഫോൺ പരിശോധിക്കുമ്പോൾ താനും പിടിക്കപ്പെടുമെന്ന് അനസിനറിയാം. മോഷ്ടാക്കളുടെ കൂടെയുള്ള 4-മൻ അനസായിരുന്നു. പോലീസുകാർ രാജീവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. കൂടാതെ രാജീവന്റെ ഭാര്യ മീരയും സംഭവം അറിഞ്ഞ് അവിടേക്ക് എത്തി. ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു മീര. ഇവർക്ക് 2 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. മൂത്തയാൾ ജിയ, രണ്ടാമത്തെയാൾ അമല. മോഷ്ടാക്കൾ 3 പേർ കൊല്ലപ്പെട്ടെങ്കിലും അവർ യാത്ര ചെയ്ത വണ്ടിയിൽ അവർ മോഷ്ടിച്ച 17 കോടി രൂപ ഉണ്ടായിരുന്നില്ല. ആക്സിഡന്റിന് മുൻപ് തന്നെ ആ രൂപ അവർ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെവിടെയെന്ന് ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടെ അനസിന് കുറച്ച് ആശ്വാസം തോന്നി. ആ കാശ് നഷ്ടപ്പെട്ടിട്ടില്ല, അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം. രാജീവനും മീരയ്ക്കും ഇടയിൽ ഓൾറെഡി തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നം കൂടിയായപ്പോഴേക്കും മീരയ്ക്ക് രാജീവനോടുള്ള ദേഷ്യം കൂടി. എന്നാൽ താൻ ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല എന്നും ബാങ്കിൽ ആ സമയത്ത് റോബറി നടക്കുമെന്നോ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്നോ താൻ അറിഞ്ഞില്ല എന്നും രാജീവ് പറയുന്നു. അനസ് വിവാഹം കഴിച്ചത് വലിയ വീട്ടിലെ ഒരു പെൺകുട്ടിയെയാണ്. വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്ന വിവാഹമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ സഹോദരന്മാര് ചെറിയ രീതിയിലൊക്കെ അനസിനോട് സഹകരിക്കും. എന്നാൽ അനസിന് ഇപ്പോഴും ഈഗോ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലുള്ളവരുടെ സഹായം തനിക്ക് വേണ്ടാന്നും സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലും കുറെ കാശുണ്ടാക്കണമെന്നുമായിരുന്നു അനസിന്റെ മനസ്സിൽ. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ റോബറിയിൽ മോഷ്ടാക്കളുടെ കൂടെ അനസ് നിന്നതും. രാജീവ് വീട്ടിലെത്തിയെങ്കിലും രാജീവിന്റെ മൂത്ത മകൾ ജിയാകട്ടെ രാജീവിനോട് അങ്ങനെ സംസാരിക്കാറേ ഉണ്ടായിരുന്നില്ല. ഇളയ മകൾ അമലയായിരുന്നു രാജീവിനോട് എപ്പോഴും തമാശയൊക്കെ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരുന്നത്. തനിക്കൊരു കഥ പറഞ്ഞു തരാൻ ആ കുട്ടി പറഞ്ഞപ്പോൾ രാജീവ് മകൾക്ക് അധികം മനസ്സിലാകാത്ത രീതിയിൽ ആമയുടെയും മുയലിന്റെയും കഥ പറയുന്ന പോലെ രാജീവന്റെയും മീരയുടെയും കഥ പറയുകയായിരുന്നു. രാജീവൻ ശരിക്കും ആ ബാങ്കിലേക്ക് പോയത് ആ ബാങ്കിലെ ഒരു ജീവനക്കാരനെ കാണാനാണ്. മീരയ്ക്ക് അയാളുമായിട്ട് ഒരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം അവസാനിപ്പിച്ച് മീരയെ തനിക്ക് തിരിച്ചു തരണമെന്ന് പറയാനായിരുന്നു രാജീവൻ അവിടെ പോയത്. തന്റെ മകളോട് രാജീവൻ ആമയുടെയും മുയലിന്റെയും കഥ പറയുന്ന പോലെ ഈ കഥ പറയുന്നത് മീരയും കേട്ടു. അങ്ങനെ രാജീവൻ ബാങ്കിലിരുന്നപ്പോഴാണ് ആ മോഷ്ടാക്കള് ബാങ്ക് ആക്രമിക്കാൻ വരുന്നത്. തോക്കു ചൂണ്ടിയത് കാരണം എല്ലാവരും തറയിൽ കിടക്കുകയായിരുന്നു. ആ സമയം ഒരു ലേഡി രാജീവന്റെ അടുത്തേക്ക് ഫോൺ നീക്കിയിട്ടിട്ട് പോലീസിലേക്ക് കോൾ ചെയ്യാൻ പറയുന്നു. രാജീവൻ ആരും കാണാതെ പോലീസിലേക്ക് വിളിക്കാൻ തുടങ്ങിയപ്പോൾ മോഷ്ടാക്കൾ കാണുകയും രാജീവനെ അടിക്കുകയും ചെയ്തു. ആ പിടിവലിക്കിടയിൽ രാജീവന്റെ കയ്യിൽ നിന്നും ഒരു തോക്ക് താഴേക്ക് വീണു. ഇത് കണ്ട് എല്ലാവരും പേടിച്ചു. മോഷ്ടാക്കളും പേടിച്ചു. മോഷ്ടാക്കളിൽ 2 പേരാകട്ടെ അലക്സിനെ കുറ്റപ്പെടുത്തുന്നു. നീ കൊണ്ടുവന്ന 4-മനായിരിക്കാം നമ്മളെ നിരീക്ഷിക്കാൻ ഇവനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ മോഷ്ടാക്കൾ തമ്മിൽ തന്നെ തർക്കം നടക്കുകയായിരുന്നു. ഇത് രാജീവനെ ശ്രദ്ധിച്ചു. അതിനുശേഷമാണ് അവർ രാജീവനെ പിടിച്ചുകൊണ്ടുപോയത്. പിറ്റേന്ന് രാവിലെ രാജീവൻ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ പോലീസുകാർ വന്ന് രാജീവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ഈ കേസിനെ പറ്റി സംസാരിക്കാൻ. എന്നാൽ ഓരോ ദിവസവും പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതല്ലാതെ രാജീവനെ അവർ കൂടുതൽ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യുന്നില്ല. അവിടെ തന്നെ വെയിറ്റ് ചെയ്തിരുന്ന് രാജീവനെ മടുത്തിട്ടുണ്ടായിരുന്നു. സംഭവം വലിയ ന്യൂസൊക്കെ ആയതോടുകൂടി
പത്രത്തിലൊക്കെ മോഷ്ടാക്കൾ പോയ റൂട്ടിനെ പറ്റി പല വിവരങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിൽ തന്നെ താമസിക്കുന്ന കാർപ്പന്ററായ ജേക്കബും മോളിയും ഈ വാർത്ത കാണുന്നുണ്ട്. മോഷ്ടാക്കൾ ഈ പോയ സ്ഥലത്ത് എവിടെയെങ്കിലും ആ പണം ഒളിപ്പിച്ചിട്ടുണ്ടാകുമെന്നാണ് വാർത്തകൾ പറയുന്നത്. പത്രത്തിൽ കണ്ട റൂട്ട് മാപ്പ് വഴി ജേക്കബ് ഒന്ന് സഞ്ചരിക്കുന്നു. 17 കോടി ആ ഏരിയയിൽ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാര് ആ പണം അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ആർക്കും പക്ഷെ അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു സൈഡില് പോലീസുകാരും ജനങ്ങളും അനസും എല്ലാം തന്നെ ഈ പണത്തിന്റെ പിറകെ തന്നെയാണ്. ആ ഏരിയയുടെ മുക്കും മൂലയും എല്ലാവരും അരിച്ചുപറക്കി. ആർക്കും ഒന്നും കിട്ടിയില്ല. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അനസ് ഈ മോഷ്ടാക്കളുടെ കൂടെ മോഷണം പ്ലാനിടുന്ന സമയത്ത് മോഷ്ടിച്ച പണം ഒരു ചെറിയ കടയ്ക്കുള്ളിൽ ഒളിപ്പിക്കണമെന്നുള്ള രീതിയിൽ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിൽ CCTV ഇല്ലാന്നും ഇതൊരു ബ്ലൈൻഡ് സ്പോട്ട് ആണെന്നും അനസ് മോഷ്ടാക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പീറ്ററിനും കോശിക്കും അനസിനെ അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും അവൻ പോലീസുകാരനാണ്, ചതിക്കൂ എന്നുള്ള പേടി അപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അലക്സ് കൊണ്ടുവന്ന ആളാണ് അനസ്. അതുകൊണ്ട് അലക്സ് പറഞ്ഞു അയാൾ എന്തായാലും ചതിക്കില്ല, നമ്മളുടെ കൂടെ തന്നെ നിൽക്കും, അയാൾക്കും കാശിന് ആവശ്യമുണ്ടെന്ന്. മോഷ്ടാക്കൾ മരിച്ച ശേഷം അനസ് അവിടെയും പോയി നോക്കി. പക്ഷെ അവർ പ്ലാൻ ചെയ്ത പ്രകാരം അവർ അവിടെയും പണം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. കൺമുന്നിൽ മോഷ്ടാക്കളെ കിട്ടിയിട്ടും അന്ന് അനസ് അവരെ പിടിച്ചില്ലാന്ന് പറഞ്ഞിട്ട് അനസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു ഡിപ്പാർട്ട്മെന്റ്. അനസ് വന്ന് രാജീവിനോട് സംസാരിക്കുന്നു. എന്റെ സസ്പെൻഷനും സാറിന്റെ ഇഷ്യൂ ഒക്കെ തീരണമെങ്കിൽ ആ പണം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം, അതിന് സാറിന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. പക്ഷെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഏരിയയിൽ കുറെ പോലീസുകാരെ കണ്ടതും അനസ് പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു. രാജീവനെ ചുറ്റിപ്പറ്റി പോലീസുകാർ എപ്പോഴും ഉണ്ടായിരുന്നു. ആ ബാങ്ക് റോബറി കേസിൽ മോഷ്ടാക്കളോടൊപ്പം ചേർന്നിട്ട് രാജീവനും ആ പ്ലാനിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസുകാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. രാജീവ് എവിടെ പോയാലും പോലീസുകാർ പിന്നാലെയുണ്ട്. വേഷം മാറിയായിരുന്നു അവരുടെ യാത്ര. അത് പോലീസുകാരാണെന്ന് രാജീവന് മനസ്സിലായില്ല. തന്റെ ഫ്ളാറ്റിന്റെ അടുത്തവര് വന്നതോടുകൂടി രാജീവ് അവരുമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്നു. തങ്ങൾ പോലീസാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ രാജീവനെ അടിക്കുന്നു. സീനിയർ ഉദ്യോഗസ്ഥർ വീണ്ടും രാജീവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. നിങ്ങൾ എന്തിനാണ് ആ ബാങ്കിലേക്ക് പോയത്? നിങ്ങൾക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലല്ലോ. അരമണിക്കൂർ നിങ്ങൾ മിണ്ടാതെ അവിടെ തന്നെ ഇരുന്നതിന്റെ കാരണം എന്തായിരുന്നു? നിങ്ങളുടെ കയ്യിൽ നിന്നൊരു തോക്ക് താഴെ വീണുവെന്ന് ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു. സത്യം എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങളെ വിടൂവെന്ന് പോലീസുകാര് രാജീവനോട് പറയുന്നു. എന്നാൽ രാജീവൻ ഒന്നും മിണ്ടാതെ തന്നെ ഇരിക്കുകയായിരുന്നു. രാജീവൻ അടിയുണ്ടാക്കിയ വിവരം അറിഞ്ഞിട്ട് മീര അവിടേക്ക് വരുന്നു. രാജീവനെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതിന് കാരണം ബാങ്കിൽ അയാൾ പോയതിന്റെ ഉദ്ദേശം മനസ്സിലാകാത്തത് കൊണ്ടാണെന്ന് മീരയ്ക്കും മനസ്സിലായി. അതുകൊണ്ട് മീര പോയി പോലീസുകാരോട് പറയുന്നു, രാജീവൻ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചൊരു കാര്യമുണ്ട്. എനിക്ക് ആ ബാങ്കിൽ ഒരു ജീവനക്കാരനുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു, അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് രാജീവൻ അവിടേക്ക് പോയതെന്ന്. തനിക്ക് അഫയർ ഉള്ള ആ ബാങ്കിലെ ഉദ്യോഗസ്ഥന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പോലീസുകാർക്ക് കൊടുക്കുന്നു. ശ്രീകാന്ത് എന്നായിരുന്നു അയാളുടെ പേര്. എന്നാൽ പോലീസുകാർ വിളിച്ചപ്പോൾ ശ്രീകാന്ത് എല്ലാം നിഷേധിച്ചു. തനിക്ക് മീരയെ അറിയില്ലെന്നും ഇതുമായിട്ടൊരു ബന്ധമില്ലെന്നൊക്കെ അയാൾ പറഞ്ഞത്. മീരയ്ക്ക് മനസ്സിലായി അയാൾ തന്നെ ഉപേക്ഷിച്ചു എന്ന്. ആ സത്യം മനസ്സിലായതോടുകൂടി പോലീസുകാർ തൽക്കാലം രാജീവനെ മീരയുടെ കൂടെ വിട്ടു. പക്ഷെ മീഡിയ എപ്പോഴും ഈ കേസ് വിട്ടില്ല. അവർ നിരന്തരം രാജീവനെ ശല്യം ചെയ്യുകയായിരുന്നു. പലനാടൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആകട്ടെ ശരിക്കും ഈ മോഷണത്തിന് പിന്നില് രാജീവന്റെ തല തന്നെയാണെന്നാണ് പറയുന്നത്. മോഷ്ടാക്കളുടെ കൂടെ അയാൾ ഉണ്ടായിരുന്നു. അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും എല്ലാം തന്നെ സത്യം അറിയാം. എല്ലാവരെയും വിഡ്ഢികളാക്കി ആ 17 കോടി അയാൾ തന്നെ എവിടെ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ വൈറലായി. ജനങ്ങളെല്ലാം അത് വിശ്വസിച്ചു. രാജീവന്റെ കയ്യിൽ പണം ഉണ്ടാകും, അയാൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നീട് രാജീവനും മീരയും ജോലിക്ക് പോകുമ്പോഴും ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഇവരെ തുറച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. മോഷ്ടിച്ച കാശ് ഇവരുടെ കയ്യിൽ തന്നെയുണ്ട്, അതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കണമെന്നായിരുന്നു ഓരോ മനുഷ്യരുടെയും മനസ്സിലുള്ള ചിന്ത. രാജീവ് ഓഫീസിലിരിക്കുമ്പോൾ മരിച്ചുപോയ മോഷ്ടാക്കളിൽ ഒരാളായ പീറ്ററിന്റെ അളിയൻ വന്നിട്ട് രാജീവനെ ഭീഷണിപ്പെടുത്തുന്നു. എന്റെ അളിയൻ എന്തായാലും മരിച്ചു, അവന്റെ ഭാര്യയ്ക്കും കൊച്ചിനും ജീവിക്കണമെങ്കിൽ ആ കാശ് കിട്ടിയെങ്കിലേ പറ്റൂ. അവനും കൂടെ കഷ്ടപ്പെട്ട കാശല്ലേ, നിങ്ങൾ ഒറ്റയ്ക്ക് തിന്നാൻ പറ്റില്ല, അതിന്റെ ഒരു പങ്ക് ഞങ്ങൾക്കും തന്നേ പറ്റൂ. എന്നാൽ കിട്ടിയ അടിയുടെ പങ്കല്ലാതെ തന്റെ കയ്യിൽ തരാൻ ഒന്നുമില്ല എന്ന് രാജീവൻ പറയുന്നു. പക്ഷെ ആരും അത് വിശ്വസിച്ചില്ല. ഇവിടെ അനസ് രാജീവന്റെ പിറകെ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ആ കാശ് കണ്ടെത്തണം, സാറിന്റെ കൂടെ സഹായം ഉണ്ടെങ്കിൽ നടക്കില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ എനിക്ക് കാശിന്റെ ഒന്നും പിറകെ പോകാൻ വയ്യാന്ന് രാജീവൻ പറയുന്നു. അതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ ജോലിയാണ്. പക്ഷെ ഗ്രൗണ്ടിലിരുന്ന രാജീവന്റെ അടുത്തേക്ക് കളിച്ചുകൊണ്ടിരുന്ന കുറെ കുട്ടികൾ വരുന്നു. ഞങ്ങൾക്ക് കുറച്ച് കാശ് തരുമോ, കുറച്ച് ഫുഡ് വാങ്ങിച്ചു തരുമോ, പുതിയ ബാറ്റും ബോളും ഒക്കെ വാങ്ങിക്കണം, അങ്ങനെ പറഞ്ഞ് രാജീവനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. എന്റെ കയ്യിൽ കാശൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് രാജീവൻ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയതും ആ പയ്യന്മാര് രാജീവന്റെ കാറിന് കല്ലെറിയുന്നു. രാജീവനെ ഭീഷണിപ്പെടുത്തി കുറച്ച് കാശ് വാങ്ങാമെന്നായിരുന്നു അവരുടെ ചിന്ത. ദേഷ്യം വന്ന രാജീവൻ ആ പയ്യന്മാരെ അടിച്ചു. എന്നാൽ പിറ്റേന്ന് മകളെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോയപ്പോഴാണ് അതേ സ്കൂളിൽ തന്നെയാണ് ആ പയ്യന്മാര് പഠിക്കുന്നതെന്ന് രാജീവന് മനസ്സിലായത്. ആ പയ്യന്മാര് രാജീവന്റെ മകളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ട് രാജീവനെ ഭീഷണിപ്പെടുത്തി. വേറെ നിവൃത്തിയില്ലാത്ത രാജീവൻ തന്റെ സ്വന്തം അക്കൗണ്ടിൽ കിടന്ന കുറച്ച് കാശെടുത്ത് ഈ പയ്യന്മാർക്ക് കൊടുത്തു. അവര് പ്രശ്നം ഉണ്ടാക്കാതെ പോയി. ഈ സംഭവം നാട്ടിലെ പല ആൾക്കാരും അറിഞ്ഞു. ഇതുപോലെ ഇയാളെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ശല്യം ചെയ്യുകയാണെങ്കിൽ ഇയാൾ കാശ് തരുമായിരിക്കുമെന്ന് അവരുടെ എല്ലാം മനസ്സിൽ തോന്നാൻ തുടങ്ങി. ആൾക്കാർ തന്നെ ചൂഷണം ചെയ്യുന്നു മനസ്സിലാക്കിയ രാജീവൻ ഒടുവിൽ അനസുമായിട്ടൊരു ഡീലിലെത്തുന്നു. എങ്ങനെയെങ്കിലും ആ കാശ് കണ്ടെത്താം. അന്ന് രാജീവനെ ഇവർ തട്ടിക്കൊണ്ടു പോയ പോലെ അതേ റൂട്ടിലൂടെ അനസ് രാജീവനെ കൊണ്ടുപോകുന്നു. രാജീവന്റെ കണ്ണ് കെട്ടിയിട്ടുണ്ടായിരുന്നു. മോഷ്ടാക്കളെ തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഓരോ ഏരിയയിലൂടെ കടന്നു പോകുമ്പോഴും രാജീവൻ മനസ്സിൽ കൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. താൻ കേട്ട സൗണ്ടുകളും
തന്റെ കൗണ്ടിങ്ങും ഒക്കെ വെച്ചിട്ട് രാജീവൻ പോയ വഴികളെല്ലാം തന്നെ മനസ്സിലാക്കി ആ വഴിയെ അനസിനെ കൊണ്ടുപോകുന്നു. എന്നാൽ ആ സമയം രാജീവന്റെ മനസ്സിൽ മോഷ്ടാക്കൾ സംസാരിച്ച ചില കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അവർ 3 പേരും സംസാരിക്കുന്നതിനിടയിൽ തങ്ങളുടെ കൂടെയുള്ള ഒരാള് പോലീസുകാരനാണെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ പോലീസുകാരനെ അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല, ഓൾറെഡി അവൻ വിക്കിവിക്കിയ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ പോലീസുകാരനെ കളിയാക്കി ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി രാജീവന്റെ മനസ്സിലേക്ക് ഓർമ്മകൾ വന്നതോടുകൂടി രാജീവൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ അനസും ചില കാര്യങ്ങൾ വിക്കിയാണ് സംസാരിക്കുന്നത്. അതോടുകൂടി ആ മോഷ്ടാക്കളുടെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ അനസാണെന്ന് രാജീവൻ ഏകദേശം ഉറപ്പായി. ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും രാജീവൻ വണ്ടി നിർത്താൻ പറയുന്നു. ആ ഏരിയയിൽ ഒരു അമ്പലത്തിന്റെ വഞ്ചി ഉണ്ടായിരുന്നു. തനിക്ക് ഒന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഈ പ്ലാൻ വർക്കൗട്ട് ആകില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് രാജീവൻ വണ്ടിയിലേക്ക് കയറി. അനസിന് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ രാജീവനോടൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം അനസ് അവിടെ തന്നെ ഇറങ്ങി. രാജീവൻ ഉറപ്പായി അനസ് ആ കാശിന്റെ പിറകെ നടക്കുന്നത് അത് തട്ടിയെടുക്കാൻ തന്നെയാണെന്ന്, അല്ലാതെ അയാളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്നാൽ രാജീവൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് മറ്റൊരു കാഴ്ച കാണുന്നത്. ആ ഫ്ളാറ്റിലെ സെക്യൂരിറ്റിയും അവിടുത്തെ ക്ലീനിംഗ് ലേഡിയും ചേർന്നിട്ട് രാജീവന്റെ ഫ്ളാറ്റ് മുഴുവൻ അരിച്ചു പെറുക്കുന്നു. ആ പണം അവിടെ ഉണ്ടെങ്കിൽ അത് തട്ടിയെടുക്കാനായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. രാജീവൻ അവരെ കൈയോടെ പിടിച്ചു. അവരുമായിട്ട് വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. എന്നാൽ അവര് തിരിച്ച് രാജീവനെ ആക്രമിക്കുന്നു. ഫ്ളാറ്റിലുണ്ടായിരുന്ന മറ്റാൾക്കാരെല്ലാം ഓടിക്കൂടി. അസോസിയേഷൻ വെച്ച സെക്യൂരിറ്റിയും ക്ലീനിംഗ് ലേഡിയും കൂടിയാണ് ഫ്ളാറ്റിന്റെ ഡോർ കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അസോസിയേഷൻ തന്നെ ഇതൊക്കെ ശരിയാക്കി തരണമെന്ന് പറഞ്ഞിട്ട് മീരയും പ്രശ്നമുണ്ടാക്കി. എന്നാൽ അവര് പറയുന്നത് നിങ്ങൾ കാരണം ഈ ഫ്ളാറ്റിൽ ഒരുപാട് പോലീസുകാർ വന്നു കയറുന്നു, നിങ്ങൾ മിക്കവാറും ഫ്ളാറ്റ് മാറി പോകേണ്ടി വരുമെന്നാണ്. ഡോറിന്റെ ലോക്ക് ശരിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ വരുന്നത് നമ്മുടെ ജേക്കബ് ആണ്. ജേക്കബിന്റെ ശ്രദ്ധ മുഴുവൻ രാജീവനിലും മീരയിലും ആ ഫ്ളാറ്റിലുമായിരുന്നു. അന്ന് രാത്രി രാജീവൻ ടൗണിലേക്ക് ഇറങ്ങിയ സമയത്ത് നേരത്തെ രാജീവന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് തട്ടിയെടുക്കാമെന്ന് പ്ലാനൊക്കെ ഇട്ടുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവര് മനഃപൂർവ്വം രാജീവന്റെ വണ്ടിയിലേക്ക് ഓട്ടോ കൊണ്ടിടിക്കുകയും ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് രാജീവനോട് ഓട്ടോ നന്നാക്കാൻ 5 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നു. രാജീവൻ എതിർക്കാൻ ആരംഭിച്ചു. മോഷ്ടിക്കപ്പെട്ട കാശ് തന്റെ കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് തന്നെ ചൂഷണം ചെയ്ത് ഇവരെല്ലാവരും അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ രാജീവൻ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഒടുവിൽ പോലീസുകാര് വന്നു. രാജീവൻ പോലീസുകാരോട് പറയുന്നു ആ കേസിൽ വിക്ടിമായത് താൻ കൂടിയാണ്, എന്നിട്ട് എല്ലാവരും തന്നെയാണ് ടോർച്ചർ ചെയ്യുന്നത്. എന്നാൽ ആ പോലീസുകാരൻ പറയുന്നുണ്ട് ഇവിടുത്തെ രീതി അങ്ങനെയാണ്, പണ്ട് സ്കൂളില് ഫുഡ് ചെയിൻ പഠിച്ചിട്ടില്ലേ, പുല്ല് തിന്നുന്ന പുൽച്ചാടിയെ തവള തിന്നും, തവളയെ പാമ്പ് തിന്നും, പാമ്പിനെ പരുന്ത് തിന്നും. അതേ കാര്യമാണ് ഇവിടെയും നടക്കുന്നത്. കാശ് നിന്റെ കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നിന്നെ ചൂഷണം ചെയ്യും. വീണ്ടും സ്റ്റേഷനിൽ അകപ്പെട്ടതോടുകൂടി രാജീവിനെ പുറത്തിറക്കാൻ മീര വരുന്നുണ്ട്. സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടാണ് മീര അവിടേക്ക് എത്തിയത്. പക്ഷേ ഇത്രത്തോളം ആയതോടുകൂടി മീരയ്ക്ക് മടുത്തിട്ടുണ്ടായിരുന്നു. കുറെയായിട്ട് തന്റെ കയ്യിൽ താൻ വെച്ചിരുന്ന ഡിവോഴ്സ് പേപ്പർ രാജീവിന്റെ മുന്നിലേക്ക് വെച്ചിട്ട് ഈ ബന്ധം അവസാനിപ്പിക്കാമെന്ന് പറയുന്നു. നമ്മൾ കുറെ ശ്രമിച്ചതല്ലേ ഇഷ്യൂസ് ഒക്കെ പരിഹരിച്ചു കൊണ്ടുപോകാൻ, ഇപ്പൊ നമ്മളിത് അവസാനിപ്പിച്ച 2 പേർക്കും പുതിയൊരു ജീവിതം തുടങ്ങാൻ ഒരുപാട് സമയം കിട്ടും. ആ സമയം രാജീവൻ പല കാര്യങ്ങളും ആലോചിക്കുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം പലതവണയും ഇവർക്കിടയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള വഴക്കിന്റെ നല്ലൊരു ഭാഗവും ജിയ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ ഇത്ര സൈലന്റ് ആയി പോയത്. ആരോടും മിണ്ടാതെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഒരു സൈഡിൽ ജീവിച്ചു പോകുന്നു. അച്ഛനും അമ്മയും വഴക്കിടുമ്പോഴെല്ലാം അവൾ ഒരു റൂമിൽ പോയി കഥകടിച്ചിരിക്കുകയായിരുന്നു പതിവ്. എല്ലാ കാര്യങ്ങളും മനസ്സിലേക്ക് കടന്നു വന്നതോടുകൂടി രാജീവൻ ഒന്നും മിണ്ടാതെ ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്തു. എന്നാൽ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് വരുന്നു, ഒരു അമ്പലത്തിന്റെ വഞ്ചി ആരോ കുത്തി തുറന്നുവെന്ന്. എന്നാൽ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ഏരിയയിൽ അങ്ങനെയൊരു അമ്പലമില്ല. പക്ഷെ ഈ വഞ്ചി എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും അറിയില്ല. സംഭവം അറിഞ്ഞ് അനസും അവിടേക്ക് എത്തി. അപ്പോൾ അനസിനൊരു കാര്യം മനസ്സിലായി. അന്ന് രാജീവൻ അവസാനം വണ്ടി കൊണ്ട് നിർത്തിയത് ഇതേ സ്ഥലത്ത് തന്നെയാണ്. ഇതേ വഞ്ചി അന്ന് അനസും കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ റോബറി നടക്കുന്നതിന് കുറെ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വഞ്ചി ഇവിടെ ആരോ കൊണ്ട് സ്ഥാപിച്ചത്. ആൾക്കാരൊക്കെ ഒന്നും അറിയാതെ അതിനുള്ളിൽ കാശിടുകയും ചെയ്തിട്ടുണ്ട്. പരിശോധിച്ചപ്പോൾ ആൾക്കാരിട്ട കാശൊക്കെ അവിടെ തന്നെയുണ്ട്. കുത്തി തുറന്നിട്ടും ആ ചെറിയ കാശൊന്നും തന്നെ ആരും എടുത്തിട്ട് പോയില്ല. അതോടെ അനസിന് മനസ്സിലായി ഇതിവിടെ സ്ഥാപിച്ചത് ആ മോഷ്ടാക്കള് തന്നെയായിരുന്നു. അവന്മാര് ഇതുവഴിയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ പണം അവര് ഈ വഞ്ചിക്കുള്ളിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുണ്ടാവുക. അതെന്തായാലും രാജീവനും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നിന്നും ആ പണം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് രാജീവൻ തന്നെയായിരിക്കുമെന്ന് അനസിന് ഉറപ്പായിരുന്നു. അനസ് കുറെ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് തന്റെ സസ്പെൻഷൻ ആ സമയം കൊണ്ട് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് വൈഫിനെയും കുട്ടിയും കൊണ്ട് അനസ് അവളുടെ വീട്ടിലേക്കും പോകുന്നു. ഇതുവരെ അളിയന്മാരുടെ സഹായമൊന്നും അനസ് ഒരു കാര്യത്തിലും തേടിയിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ വലിയ ബിസിനസ്സുമായിട്ട് നടക്കുന്നവരാണ്. അന്ന് ജോലി കഴിഞ്ഞ് മീര വീട്ടിലേക്ക് എത്തിയപ്പോൾ മീര അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഇളയമകൾ അമലയാകട്ടെ ഒരു റൂം നിറയെ കാശ് നിരത്തിയിട്ട് കളിക്കുന്നു. അത് കണ്ടുകൊണ്ടാണ് മീര അവിടേക്ക് വരുന്നത്. മീരയുടെ ബഹളം കേട്ട് ജി എവിടേക്ക് വരുന്നു. ഇത്രയും കാശ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ കട്ടിലിന്റെ അടിയിൽ ബാഗിൽ നിന്നാ കിട്ടിയതെന്ന് അമല പറയുന്നുണ്ട്. ബാഗ് എടുത്തു നോക്കിയ മീര ശരിക്കും ഞെട്ടി. ആ ബാങ്കിൽ നിന്ന് മോഷണം പോയ 17 കോടി രൂപ അവിടെ ഇരിക്കുന്നു. അമലയാകട്ടെ ഒരു സാരി കൊടുത്തിട്ട് തോളിലൊരു ബാഗ് ഇട്ട് അതിൽ നിറയെ കാശും തിരികെ വെച്ച് ഷോപ്പിങ്ങിന് പോവുകയാണെന്നുള്ള രീതിയിൽ അവിടെ തനിയെ നിന്ന് കളിക്കുകയായിരുന്നു. ആ സമയത്ത് പത്രത്തിന്റെ കാശ് വാങ്ങാൻ വേണ്ടിയിട്ട് ജേക്കബ് അവിടേക്ക് വരുന്നു. മീര പേടിച്ചാണ് വാതിൽ തുറന്നത്. കാശ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ്
മീര അകത്തേക്ക് പോയി. ജേക്കബ് വെറുതെ ഫ്ളാറ്റിനകത്തേക്കൊന്ന് തലയിട്ട് നോക്കി. എന്നാൽ കയ്യിലൊരു ബാഗുമായിട്ട് നിന്ന നമ്മുടെ അമലയാകട്ടെ കാശ് എത്രയാണെങ്കിലും താൻ തരാമെന്ന് പറഞ്ഞിട്ട് ബാഗിൽ നിന്നും 500ന്റെ കുറെ നോട്ടുകൾ എടുത്ത് ജേക്കബിന് നേരെ നീട്ടി. അയാളും ശരിക്കും ഒന്ന് ഞെട്ടി. എന്നാൽ ആ സമയം മീര വന്ന് പെട്ടെന്ന് അയാളോട് പറയുന്നുണ്ട് അത് ഫേക്ക് കറൻസിയാണ്, മോൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ പപ്പ വാങ്ങിക്കൊടുത്തതാണെന്ന്. ജേക്കബും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അല്ലേലും കാശൊക്കെ ആരെങ്കിലും ഇങ്ങനെ കളിക്കാൻ കൊടുക്കുവോ, അത് ഫേക്കാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി എന്ന്. അയാൾ കാശും വാങ്ങി തിരിഞ്ഞു നടന്നെങ്കിലും അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന് മോഷണം പോയ കാശ് രാജീവന്റെ ഇതേ ഫ്ളാറ്റിൽ തന്നെയുണ്ടെന്ന്. മീരയും ആകെ ടെൻഷനിലായിരുന്നു. രാജീവൻ വീട്ടിലെത്തിയതും ഇവർ രണ്ടുപേരും ഈ കാശിന്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. രാജീവൻ പറയുന്നുണ്ട് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരില ഇത്രയും ദിവസവും എന്നെ ആൾക്കാർ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത്. നടന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് രാജീവ് പറഞ്ഞെങ്കിലും ഇതൊന്നും കേൾക്കാൻ മീര കൂട്ടാക്കിയില്ല. രണ്ടുപേരും വീണ്ടും വഴക്കിടാൻ തുടങ്ങി. ഇത് കേട്ട് ജിയ ശരിക്കും പേടിച്ചു. തലേന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ രാജീവാകട്ടെ നേരെ പോയത് ആ വഞ്ചി തുറന്ന് അതിൽ നിന്നും പണം എടുക്കാനായിരുന്നു. പണം മുഴുവൻ രാജീവന്റെ കയ്യിൽ തന്നെ ഉണ്ടാകുന്നു ഉറപ്പായ അനസാകട്ടെ തന്റെ അളിയന്മാരോട് ഈ കാര്യം പറയുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് ഈസി ആയിട്ട് തട്ടിയെടുക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങളും കൂടെ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടി അത് തട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഷെയർ ഇട്ടെടുക്കാം. അനസിന്റെ അളിയന്മാരും ആ പ്ലാനിൽ അനസിന്റെ കൂടെ നിന്നു. രാജീവ് അന്ന് രാത്രി ആ പണം അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു. പണമെല്ലാം എടുത്ത് കാറിന്റെ ഡിക്കിയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ഒളിഞ്ഞിരുന്ന് നമ്മുടെ ജേക്കബ് കാണുന്നുണ്ടായിരുന്നു. ജേക്കബ് രാജീവനെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട് സാറിന്റെ കയ്യില് ആ മോഷണം മുതലുണ്ടെന്നറിയാം, അതിനകത്തുനിന്ന് 70 ലക്ഷം രൂപ എനിക്ക് വേണം. സാറുമായിട്ട് ഒരു പിടിവലി നടത്തി അതൊന്നും തട്ടിയെടുക്കാൻ എനിക്കറിയില്ല, പക്ഷെ സാറ് തരികയാണെങ്കിൽ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അത് വാങ്ങിച്ചിട്ട് പോയിക്കൊള്ളാം. ദേഷ്യം വന്ന രാജീവൻ ഫോൺ കട്ട് ചെയ്തു. ഇങ്ങനെ പലരും വിളിക്കുമെന്ന് രാജീവൻ അറിയാമായിരുന്നു. എന്നാൽ ആ മരണപ്പെട്ട മോഷ്ടാവായ പീറ്ററിന്റെ അളിയൻ ആ ഏരിയയിൽ ചുറ്റിപ്പറ്റി നടപ്പുണ്ടായിരുന്നു. രാജീവനിട്ട് പണി കൊടുക്കാനാണ് അയാൾ നടക്കുന്നതെന്ന് ജേക്കബിന് മനസ്സിലായി. ജേക്കബ് പെട്ടെന്ന് തന്നെ രാജീവനോട് പറയുന്നുണ്ട് കുറെ ആൾക്കാര് പുറത്തു നിൽപ്പുണ്ട്, സാറിനെ തേടി തന്നെ അവർ വന്നിരിക്കുന്നത്, അവർ ഇങ്ങോട്ട് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ആര് വിളിച്ചാലും സാറ് വാതിൽ തുറക്കണ്ട, ഞാൻ പുറത്തു തന്നെ നിൽപ്പുണ്ട്. ജേക്കബ് വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയപ്പോ തന്നെ രാജീവന് മനസ്സിലായി തന്നെ ഫോണിൽ വിളിച്ചതും ജേക്കബ് തന്നെയാണെന്ന്. രാജീവ് നോക്കുമ്പോൾ ജേക്കബ് ഒരു വടിയൊക്കെ എടുത്ത് ഫ്ളാറ്റിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു. രണ്ടും കൽപ്പിച്ച് രാജീവ് അവിടേക്ക് ഇറങ്ങിച്ചെന്ന് ജേക്കബിന്റെ കയ്യിൽ നിന്ന് ആ വടിയും വാങ്ങി പുറത്ത് തന്നെ കാത്തു നിന്നിരുന്ന ആൾക്കാരെ ഓടിക്കുന്നു. രാജീവൻ അതിനുശേഷം ജേക്കബുമായിട്ട് സംസാരിക്കുന്നു. എന്നെ ഫോണിൽ വിളിച്ചത് നിങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി, എന്റെ കയ്യിൽ കാശുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ജേക്കബ് പറയുന്നുണ്ട് സാറിന്റെ ഫ്ളാറ്റിൽ വെച്ചിട്ട് താൻ ഇത് നേരിട്ട് കണ്ടതാണ്. ജേക്കബ് ഇത് പോലീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ ജേക്കബിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അയാൾക്ക് വേണ്ടത് 70 ലക്ഷം രൂപ മാത്രമാണ്. അതുകൊണ്ട് രാജീവ് എന്ത് പറയുന്നു അത് കേൾക്കാൻ ജേക്കബ് തയ്യാറായിരുന്നു. പക്ഷെ രാജീവനെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്തെന്നാൽ ഈ പണം രാജീവന്റെ കയ്യിലുണ്ടെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അത് കാരണം രാജീവന്റെ ഫാമിലിയെ അപകടപ്പെടുത്തുകയോ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തോ ഒക്കെ രാജീവനെ ഭീഷണിപ്പെടുത്തി ഈ പണം തട്ടിയെടുക്കാൻ ആൾക്കാർ ശ്രമിക്കും. അതുകൊണ്ട് ഈ കാശ് തന്റെ കയ്യിലില്ലാന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കണം. അതിനുവേണ്ടി അവർ ഒരു പ്ലാൻ ഇടുന്നു. പിറ്റേന്ന് സ്കൂളിൽ നിന്നും തിരിച്ചു വരുമ്പോൾ രാജീവന്റെ ഇളയ മകൾ അമലയെ ജേക്കബ് തട്ടിക്കൊണ്ടുപോകണം. അന്നത്തെ ഒരു രാത്രി അമല ജേക്കബിന്റെ കൂടെയായിരിക്കും. പിന്നീട് കിഡ്നാപ്പറാണെന്ന് പറഞ്ഞിട്ട് ജേക്കബ് രാജീവനെ ഫോൺ ചെയ്യുകയും ആ കാശ് ആവശ്യപ്പെടുകയും ചെയ്യും. രാജീവൻ ആ കാശ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു കൊണ്ടുവന്നുവെന്ന് ജനങ്ങളെ ബോധിപ്പിക്കണം. അതോടുകൂടി രാജീവന്റെ കയ്യിൽ കാശില്ല. പിന്നെ രാജീവന്റെ കുട്ടികളെ കുടുംബത്തെയോ ഉപദ്രവിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ജനങ്ങൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. അതായിരുന്നു അവരുടെ പ്ലാൻ. കുട്ടിയെ കൊണ്ടുവന്നാൽ താമസിപ്പിക്കാനുള്ള സൗകര്യമെല്ലാം ജേക്കബിന്റെ വീട്ടിൽ ജേക്കബ് ചെയ്തു വെക്കുന്നു. കുട്ടിക്ക് കഴിക്കാനുള്ള ബിസ്ക്കറ്റും സ്നാക്സും എല്ലാം അവർ വാങ്ങിവെച്ചു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു വണ്ടി വേണം. അതിനെന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താക്കോൽ ഉള്ളിൽ തന്നെ ഇട്ടിട്ട് പോയിരിക്കുന്ന ഒരു വണ്ടി ജേക്കബ് കാണുന്നത്. വണ്ടിയുടെ ഉടമസ്ഥൻ അവിടെ എങ്ങും ഇല്ലെന്ന് ഉറപ്പാക്കി ജേക്കബ് ആ വണ്ടി എടുക്കുന്നു. അതിനുശേഷം ആ വണ്ടിയിലാണ് ജേക്കബും മോളിയും ചേർന്നിട്ട് കുട്ടിയെ തട്ടിക്കൊണ്ടുവരാൻ പോകുന്നത്. സ്കൂൾ ബസ് ഇറങ്ങിയ കുട്ടികള് ഫ്ളാറ്റിന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അമലയെ അതിലേക്ക് പിടിച്ചു കയറ്റുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇവരുടെ പ്ലാൻ പാളി. ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ മറ്റാരോ മൂത്ത കുട്ടി ജിയെ തട്ടിക്കൊണ്ടുപോയി. പോലീസുകാര് അന്വേഷണമായിട്ട് വരുന്നു. മീരയും ആകെ പാനിക്കായി. ജയ്ക്ക് എന്ത് പറ്റിയെന്നറിയാതെ ആകെ ടെൻഷനിലായിരുന്നു അവർ. എന്നാൽ അമല കൂളായിട്ടിരിക്കുന്നു. ജിയെ ഒരാൾ തട്ടിക്കൊണ്ടുപോയിട്ടും അമല ജിയുടെ ബാഗൊക്കെ ആയിട്ട് സിമ്പിളായിട്ടാണ് അവിടെ നിന്നും ഫ്ളാറ്റിലേക്ക് നടന്നു വന്നത്, ഒരു ബഹളവും ഇല്ലാതെ. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ നോർമലായിട്ട് പെരുമാറിയെന്ന് പോലീസുകാർ ചോദിച്ചതും അമല പറയുന്നുണ്ട് ചേച്ചിയെ കൊണ്ടുപോയത് അച്ഛന്റെ കൂട്ടുകാരനായിരിക്കാമെന്ന് കരുതിയെന്ന്. ഇതൊക്കെ ഒരു ഗെയിമാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതോടെ പോലീസുകാർക്കും ഡൗട്ട് തോന്നി. രാജീവ് തന്നെയായിരിക്കാം മകളെ തട്ടിക്കൊണ്ടുപോയതെന്ന്. ഓൾറെഡി ഇവർക്കിടയിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഡിവോഴ്സ് കേസും കൊടുത്തിരിക്കുകയാണ്. പോലീസുകാർ കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ കുട്ടിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അമല മീരയുടെ കൂടെ ടോയ്ലറ്റിലേക്ക് പോയി. മീര അമലയുടെ കാര്യം തിരക്കുമ്പോഴാണ് അമല പറയുന്നത് തലേന്ന് രാത്രി രാജീവൻ അമലയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന്. ഒരു അങ്കിള് വന്ന മോളെ വണ്ടിയിൽ കയറ്റും, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ആ അങ്കിളിന്റെ വീട്ടിലേക്ക് പോകണം, പിറ്റേന്ന് രാവിലെ അങ്കിള് തിരിച്ചു കൊണ്ടുവിട്ടോളും, ആ അങ്കിൾ എന്റെ ഒരു ഫ്രണ്ടാണെന്നൊക്കെയാണ് രാജീവൻ അമലയോട് പറഞ്ഞത്. അമലയെ തട്ടിക്കൊണ്ടുപോകാനായിരുന്നു രാജീവന്റെ പ്ലാൻ. എന്നാൽ മറ്റാരോ ജിയെ തട്ടിക്കൊണ്ടുപോയി. ഒന്നും മനസ്സിലാകാതെ മീര രാജീവനെ വിളിക്കുന്നു. രാജീവൻ പറയുന്നുണ്ട് എനിക്കൊരു അബദ്ധം പറ്റി, പക്ഷെ അത് ഞാൻ ശരിയാക്കുമെന്ന്. മീര
മീരയുടെ ചിന്ത അപ്പോഴും ജിയ രാജീവന്റെ കൂടെ ഉണ്ടെന്നായിരുന്നു. ജിയെ മറ്റാരോ തട്ടിക്കൊണ്ടുപോയി എന്ന് മീരയ്ക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന പണം എവിടെയെന്ന് ഇതിന്റെ ഇടയ്ക്കൂടെ മീര സെർച്ച് ചെയ്യുന്നു. പണം അവിടെയെങ്ങും ഇല്ലാന്ന് മീരയ്ക്ക് മനസ്സിലായി. ഇത് അനസ് ശ്രദ്ധിക്കുന്നുണ്ട്. അനസിന് മനസ്സിലായി ആ പണം ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുവെന്ന്. എന്നാൽ ഇപ്പോൾ എവിടേക്കോ രാജീവൻ മാറ്റിയിട്ടുണ്ട്. അതെവിടെയാണെന്ന് മീരയ്ക്കും അറിയില്ല. അപ്പോഴേക്കും രാജീവന് കിഡ്നാപ്പറിന്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു. ആ പണം എത്തിച്ചാൽ മാത്രമേ ജിയെ വെറുതെ വിടൂന്ന് പറഞ്ഞിട്ട്. ശരിക്കും കിഡ്നാപ്പർ മറ്റാരും ആയിരുന്നില്ല, അനസിന്റെ അളിയനായിരുന്നു. അനസും അളിയന്മാരും ചേർന്നുള്ള പ്ലാനിംഗ് ആയിരുന്നു അത്. രാജീവന്റെ കയ്യിലുള്ള കാശ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. മകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫ്ളാറ്റിന്റെ തന്നെ മറ്റൊരു ഏരിയയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പണം എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ടുവരാൻ രാജീവൻ ജേക്കബിനെ വിളിച്ചു പറയുന്നു. ജേക്കബ് വേസ്റ്റ് ബോക്സിനുള്ളിൽ പണമെല്ലാം എടുത്തുകൊണ്ട് പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്നും പുറത്തു കടക്കുന്നു. എന്നിട്ട് അയാള് അമലെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോഷ്ടിച്ചൊരു കാർ ഉണ്ടായിരുന്നല്ലോ, ആ കാറിന്റെ ഡിക്കിയിലാണ് ഈ പണം ഇടുന്നത്. അവിടെ നിന്ന് കാറും എടുത്ത് അയാൾ രാജീവന്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. ആ സമയം ആ കാറിന്റെ റിയൽ ഓണേഴ്സ് ഇത് കാണുകയും തങ്ങളുടെ കാറില്ല പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ കാറിന്റെ പിറകെ പോകുന്നു. ശരിക്കും ഈ ആൾക്കാര് അനസിന്റെ അളിയന്റെ ഗ്യാങ്ങിലുള്ളതായിരുന്നു. അവർ ശരിക്കും അവരുടെ മോഷണം പോയ കാറിന്റെ പിറകെ പോകുന്നത്. അവർക്കറിയില്ല അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ പണം ആ കാറിന്റെ ഡിക്കിയിലുണ്ടെന്ന്. അവര് പോയി ജേക്കബിന്റെ വണ്ടിക്ക് കുറുക്ക് വെച്ച് ജേക്കബിനെ പുറത്താക്കി തങ്ങളുടെ കാറാണെന്ന് പറഞ്ഞ ആ കാറിൽ കയറി. ഡിക്കിയുടെ ബാക്കിൽ നിന്ന് സാധനം എടുക്കാൻ പോലും ജേക്കബിനെ അനുവദിച്ചില്ല. ഈ കാര്യം രാജീവനോട് ജേക്കബ് പറയുന്നു. പക്ഷെ ആ കാറ് പോയ വഴി ജേക്കബ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാജീവൻ പെട്ടെന്ന് ചേസ് ചെയ്ത് ആ കാറിന്റെ പിറകിലെത്തി. ആ കാറിന്റെ ബാക്കിൽ നിന്ന് കാശെടുത്തെങ്കിൽ മാത്രമേ ജിയെ രക്ഷിക്കാൻ പറ്റൂ. എന്നാൽ പോകുന്ന വഴിക്ക് ആ കാറുകാരെ പോലീസുകാർ ചെക്ക് ചെയ്യുന്നു. പോലീസുകാർ ഡിക്കി തുറന്ന് ആ പണം കണ്ടു കഴിഞ്ഞാൽ എല്ലാം നഷ്ടമാകും. പോലീസുകാരുടെ ശ്രദ്ധ തെറ്റിച്ച് ആ കാറുകാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിറകെ വന്ന രാജീവൻ തന്റെ കാറ് മനഃപൂർവ്വം ആക്സിഡന്റ് ആക്കുന്നു. അതിനു തൊട്ടുമുന്നേ തന്നെ ജേക്കബിനെ അയാൾ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ആ കാറുകാര് എങ്ങോട്ടാ പോകുന്നെന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഓൾറെഡി പോലീസുകാര് രാജീവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടി മിസ്സിംഗ് ആയതിന്റെ പിന്നിൽ രാജീവനാണെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. ഈ ആക്സിഡന്റോടുകൂടി പോലീസുകാർക്ക് രാജീവനെ കൈയോടെ കിട്ടി. കുട്ടി തന്റെ അടുത്തില്ലാന്ന് രാജീവൻ പറയുന്നു. തന്റെ മകളെ മറ്റാരോ തട്ടിക്കൊണ്ടുപോയതാ. മീര എപ്പോഴും കരുതിയിരുന്നത് കുട്ടി രാജീവന്റെ അടുത്തുണ്ടെന്നാണ്. അതുകൊണ്ട് അനസ് തന്റെ അളിയനോട് പറയുന്നുണ്ട് മീരയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അവളെ കൂടി ഒന്ന് ഭീഷണിപ്പെടുത്താൻ. മീരയുടെ ഫോണിലേക്ക് അനസിന്റെ അളിയൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കുട്ടിയെ ജീവനോടെ വേണമെങ്കിൽ ആ കാശ് എത്രയും പെട്ടെന്ന് എന്റെ കയ്യിൽ എത്തിച്ചെങ്കിലേ പറ്റൂവെന്ന്. കാരണം രാജീവൻ പോലീസ് പിടിയിലായതോടുകൂടി ആ കാശ് തങ്ങളിലേക്ക് എത്തില്ലാന്ന് അനസിനും അളിയനും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അവൻ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. അപ്പൊ പിന്നെ കാശ് ആര് കൊണ്ടുത്തരും? അതുകൊണ്ടാണ് മീരയെ അവർ ഭീഷണിപ്പെടുത്തിയത്. അപ്പോഴാണ് ശരിക്കും മീരയ്ക്ക് മനസ്സിലാകുന്നത് തന്റെ മകൾ മറ്റാരുടെ കയ്യിലാണെന്ന്, രാജീവന്റെ അടുത്ത് ഇല്ലാന്ന്. അതോടെ മീരയ്ക്കും ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. പോലീസുകാരോടൊക്കെ തന്റെ മകളെ രക്ഷിക്കണമെന്ന് അവൾ റിക്വസ്റ്റ് ചെയ്യുന്നു. എന്നാൽ പോലീസുകാർ അതിലൊന്നും ശ്രദ്ധ കൊടുത്തില്ല. അവരുടെ ചിന്ത രാജീവനെ പറ്റിയും അയാളുടെ കയ്യിൽ ഉണ്ടെന്ന് പറയുന്ന ഈ പണത്തെ പറ്റിയൊക്കെയായിരുന്നു. അത് കാരണം അനസ് മീരയെ രഹസ്യമായിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇവരൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിങ്ങളുടെ കയ്യിൽ ആ പണം ഉണ്ടെങ്കിൽ അത് കൊടുത്ത് നിങ്ങളുടെ മകളെ രക്ഷിക്കുന്നതാ നല്ലതെന്ന്. മീര അത് കാരണം അവിടെയെല്ലാം പണം തരാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നുണ്ട് അതിവിടെ ഉണ്ടായിരുന്നു, പക്ഷെ രാജീവൻ എവിടോ മാറ്റി, അതെവിടെയാണെന്ന് തനിക്ക് അറിയില്ലാന്ന്. അതുകൊണ്ട് മീര നേരെ പോയി മീരയുടെ മുന്നിൽ നിന്ന് പറയുന്നുണ്ട് എന്റെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തത് ആരാണെങ്കിലും ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ പണം ഞാൻ തരാം, പക്ഷെ അതിന് കുറച്ച് സാവകാശം എനിക്ക് വേണം. അതുവരെ എന്റെ മകളെ സേഫ് ആയിട്ട് വെക്കണം. ഇതോടെ ജനങ്ങളെല്ലാം ഈ വാർത്ത കാണുന്നു. രാജീവന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്റ്റേഷനിലിരുന്ന രാജീവന്റെ ഫോണിലേക്ക് ജേക്കബിന്റെ കോള് വരുന്നുണ്ട്. വണ്ടിയുമായിട്ട് ആ ആൾക്കാർ വന്നിരിക്കുന്നത് പോലീസ് ക്വാർട്ടേഴ്സിലേക്കാണെന്നും സാർ എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഡിക്കിൽ നിന്ന് കാശ് എടുക്കാമെന്ന്. അവരിതുവരെയും ഡിക്കിലിരിക്കുന്ന കാശൊന്നും കണ്ടിട്ടില്ല. കാർ ലോക്ക് ചെയ്ത് അവർ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഇത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും പോലീസുകാർ വന്ന് രാജീവന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. രാജീവൻ അവരോട് കുറെ റിക്വസ്റ്റ് ചെയ്യുന്നു തന്റെ മകളെ രക്ഷിക്കണം, തന്നെ ഒന്ന് കുറച്ചു നേരത്തേക്ക് പുറത്തു വിടാൻ. അവർ കേട്ടില്ല. വേറെ നിവർത്തിയില്ലാത്ത രാജീവൻ അവരെയൊക്കെ അടിച്ചിട്ടിട്ട് ആ ഫോണും എടുത്ത് അവിടെ നിന്ന് ഓടി. ഓൾറെഡി വാർത്തകളെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രാജീവനെ എല്ലാവരും തിരിച്ചറിയുന്നു. ആൾക്കാർ മുഴുവൻ രാജീവന്റെ പിറകെ പോവുകയാണ്. എല്ലാവരും ലൈവ് വന്ന് വീഡിയോ ഇടുന്നു രാജീവ് ഓരോ സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അവന്റെ കയ്യിലുള്ള പണം തട്ടിയെടുക്കാൻ ഒരുപാട് ആൾക്കാര് രാജീവനെ ആക്രമിക്കാനും ഉണ്ടായിരുന്നു. ആ പീറ്ററിന്റെ അളിയൻ ഉൾപ്പെടെ ഒരു ബസ്സും എടുത്ത് രാജീവനെ ആക്രമിക്കാൻ വരുന്നു. ഒരുപാട് പേരോട് ഫൈറ്റ് ചെയ്തിട്ടാണ് രാജീവൻ പല വഴികളിലൂടെ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയം കൊണ്ട് ആ കാറിന്റെ ഓണേഴ്സ് ഡിക്കിയുടെ ബാക്കിലിരുന്ന ആ പണം കാണുന്നുണ്ട്. തങ്ങൾ അന്വേഷിച്ചു നടന്ന പണം തങ്ങളുടെ കാറിന്റെ തന്നെ ഡിക്കിയിൽ എങ്ങനെ വന്നു എന്ന് അവർ ചിന്തിക്കുന്നു. എന്താണെങ്കിലും പണം കിട്ടിയ സ്ഥിതിക്ക് അത് അനസിന്റെ അളിയന്റെ കൈകളിലെത്തി. ഇത് കണ്ട് ദേഷ്യം വന്നിരിക്കുകയായിരുന്നു ജേക്കബ്. രാജീവൻ കറക്റ്റ് സമയത്ത് എത്തിയിരുന്നെങ്കിൽ അതെങ്ങനെയെങ്കിലും എടുക്കാമായിരുന്നു. രാജീവൻ ഫോൺ വിളിച്ചതും ജേക്കബ് പറയുന്നുണ്ട് സാർ ഒരുപാട് ലേറ്റായി, അവരാ പണം കണ്ടു അതെടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി എന്ന്. ഇവിടെ അനസാകട്ടെ തന്റെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് വരുന്നു. അവിടെ എത്തുമ്പോഴാണ് അനസ് മനസ്സിലാക്കുന്നത് തന്റെ അളിയൻ ജിയെ തട്ടിക്കൊണ്ടുവന്ന് തന്റെ തന്നെ ക്വാർട്ടേഴ്സിലാണ് താമസിപ്പിച്ചിരിക്കുന്നതെന്ന്. അനസിന്റെ വൈഫിനെയും കുട്ടിയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവർ ഇവിടേക്ക് ജിയെ തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു. പോലീസുകാരെ പലയിടത്തും അന്വേഷിച്ചാലും ഈ ഏരിയയിൽ ഒരിക്കലും
അന്വേഷിക്കില്ല എന്നായിരുന്നു അനസിന്റെ അളിയൻ പറയുന്നത്. പക്ഷെ അപ്പോഴും അനസിന്റെ അളിയൻ ഈ കാശ് കിട്ടിയ കാര്യം അനസിനോട് പറഞ്ഞില്ല. അവൻ തൽക്കാലം അറിയണ്ടാന്ന് അയാൾ കരുതി. മുഴുവൻ കാശും അയാൾക്ക് ഒറ്റയ്ക്കെടുക്കാനായിരുന്നു തീരുമാനം. രാജീവ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയതോടുകൂടി പോലീസുകാരെല്ലാം തന്നെ രാജീവിനെ അന്വേഷിച്ച് നടക്കുകയാണല്ലോ. അനസിനെ ഈ പ്ലാനിൽ നിന്ന് ഒഴിവാക്കി ഒറ്റയ്ക്ക് കാശുമായിട്ട് പോകാൻ വേണ്ടിയിട്ട് അനസിന്റെ അളിയൻ പറയുന്നുണ്ട്, ഇനി അവന്റെ പിറകെ പോകാനോ അവന്റെ കാശിന്റെ പിറകെ പോകാനോ എനിക്ക് വയ്യ. ഓൾറെഡി എന്റെ ബിസിനസിനേക്ക് ഇത് ബാധിക്കും. എന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യവും ഞാൻ ഇനി ചെയ്യില്ല. അതുകൊണ്ട് ഈ പ്ലാനൊക്കെ ഇവിടെ വെച്ചങ്ങ് നിർത്താമെന്ന്. അനസിനെ കബളിപ്പിച്ച് കാശുമായിട്ട് മുങ്ങാനായിരുന്നില്ല ഇയാളുടെ പ്ലാൻ. പക്ഷെ അപ്പോഴും തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചൊന്നും മനസ്സിലാവാതെ മീര ഒരു നിവൃത്തിയുമില്ലാതെ റോഡിലേക്ക് ഇറങ്ങുന്നു. തന്റെ മകളുടെ ഫോട്ടോ കാണിച്ച് എല്ലാവരോടും ചോദിക്കുന്നു തന്റെ മകളെ ആരെങ്കിലും കണ്ടുവെന്ന്. പോലീസുകാർ ഒരു ആക്ഷനും എടുക്കാത്തത് കാരണം മീര ഒറ്റയ്ക്ക് പോരാടുകയായിരുന്നു. അത് പെട്ടെന്ന് വൈറലായി. നാഷണൽ ലെവലില് ആ ഒരു ഇഷ്യൂ എല്ലാവരും ശ്രദ്ധിച്ചു. മീര റോഡിൽ കിടന്ന് പോരാടുമ്പോൾ ഇവിടെ രാജീവനാകട്ടെ ഒരു തോക്കുമായിട്ട് അവൻ ആദ്യം കയറിയ അതേ ബാങ്കിൽ തന്നെ കയറി അവിടെ എല്ലാവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തോക്കു ചൂണ്ടിയിരിക്കുന്നു. മോഷണ ശ്രമത്തിനായിരുന്നില്ല രാജീവൻ അവിടേക്ക് കയറിയത്. അയാൾ മറ്റെന്തോ ഒരു പ്രതിഷേധം അവിടെ നടത്തുകയായിരുന്നു. സ്വന്തം മകളെ രക്ഷിക്കാനുള്ള മോചനദ്രവ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അവിടേക്ക് കയറിയതെന്ന് പല രാഷ്ട്രീയക്കാരും പറയുന്നു. എന്താണെങ്കിലും പോലീസുകാർ ബാങ്കിലേക്ക് എത്തി. പോലീസുകാർ വന്നതും തോക്ക് അവരുടെ മുന്നിലേക്ക് രാജീവൻ ഇട്ടുകൊടുത്തു. അതൊരു ഡമ്മിയായിരുന്നു, ഒറിജിനൽ തോക്കൊന്നും ആയിരുന്നില്ല. അവൻ ഇവിടേക്ക് വന്നത് സറണ്ടർ ചെയ്യാനാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. ഒരു കുട്ടിയെ രക്ഷിക്കാൻ പോലീസുകാർ ആക്ഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല രാഷ്ട്രീയക്കാരും ഇത് വലിയ പ്രശ്നമാക്കി. സംഭവം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. രാജീവനെ പോലീസുകാർ പിടിച്ചെങ്കിലും പോലീസുകാരുടെ ഒരു ചോദ്യത്തിനും രാജീവൻ മറുപടി പറയുന്നുമില്ല, പോലീസുകാരോട് സഹകരിക്കുന്നുമില്ല. ഒടുവിൽ CM രാജീവനോട് സംസാരിക്കുന്നു. എന്നാൽ സാർ ഇതുവരെയും എന്റെ മകളെപ്പറ്റി ചോദിക്കാത്തത് എന്താണെന്ന് രാജീവൻ തിരിച്ചു ചോദിക്കുന്നു. എന്നാൽ CM പറയുന്നുണ്ട്, നിന്റെ മകളെ നീ എവിടോ സേഫ് ആക്കി വെച്ചിട്ടാണ് ധൈര്യത്തോടെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന്. നിന്റെ ആവശ്യം മറ്റെന്തോ ആണ്. ആ സമയത്താണ് ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. രാജീവൻ ബാങ്കിലെത്തി പോലീസിന് കീഴടങ്ങുന്നതിന് മുൻപ് തന്നെ അനസിന്റെ ക്വാർട്ടേഴ്സിലേക്ക് ജേക്കബ് പറഞ്ഞ പ്രകാരം രാജീവൻ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കൈയോടെ പിടിച്ച രാജീവനാകട്ടെ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന പണവും പുറത്തെടുക്കുന്നു. അതോടെ അനസിന് മനസ്സിലായി തന്റെ അളിയന്മാരെ തന്നെയും ചതിക്കുകയായിരുന്നുവെന്ന്. അവിടെ നിന്ന് ജിയെ രക്ഷിക്കുകയും ഇവരെയൊക്കെ അടിച്ചൊരു പരുവാക്കി കൈയും കാലും ഒക്കെ കെട്ടി ഒരു കാറിനകത്തിരുത്തി റോഡിൽ കൊണ്ട് ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് മകളെ സേഫായിട്ട് ജേക്കബിന്റെയും മോളിയുടെയും കൂടെ അവരുടെ വീട്ടിലേക്കും വിട്ടു. അതിനൊക്കെ ശേഷമാണ് രാജീവൻ ബാങ്കിലെത്തിയതും പോലീസിന് കീഴടങ്ങിയതും. രാജീവന്റെ ആവശ്യം എന്തെന്നാൽ രാജീവന്റെ കുട്ടികൾക്ക് സേഫായിട്ട് സ്കൂളിൽ പോകണം. ഇനി ആരും കാശിന്റെ പേരിൽ രാജീവന്റെ കുടുംബത്തെ ആക്രമിക്കാൻ വരരുത്. തന്റെ കയ്യിൽ ആ കാശുണ്ടെന്നുള്ള ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറണം. ഒടുവിൽ അതിന് പകരമായിട്ട് മുഖ്യമന്ത്രിയും രാജീവനോട് ഒരു ഡീല് സംസാരിക്കുന്നു. കുട്ടിയെ യഥാർത്ഥത്തിൽ രക്ഷിച്ചത് രാജീവൻ തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് പോലീസുകാരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തി അവരായിട്ട് തന്നെ കുട്ടിയെ കണ്ടുപിടിച്ചുവെന്ന് മീഡിയയുടെയും ജനങ്ങളുടെയും മുന്നിൽ കാണിക്കണം. അതോടെ ആൾക്കാരുടെ സപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഒരുപാട് കിട്ടും. രാജീവൻ അതിന് ഓക്കെ പറഞ്ഞു. അനസ് എന്ന പോലീസുകാരൻ ഉൾപ്പെടെയുള്ള മുഖ്യപ്രതികളെ പിടിച്ചുവെന്നും ജിയെ രക്ഷിച്ചുവെന്നും എല്ലാം തന്നെ പിറ്റേന്ന് മീഡിയയിൽ വാർത്ത വന്നു. മീഡിയൻ ജനങ്ങളെ എല്ലാം തന്നെ ഇവർ ഒരുമിച്ച് ചേർന്ന് പറ്റിച്ചു. എന്നിട്ടൊരു പ്രസ് മീറ്റ് വിളിച്ച് മുഖ്യമന്ത്രി പറയുന്നുണ്ട്, ഈ കേസിലെ രാജീവൻ ഒരു പ്രതിയല്ലാന്നും അയാൾ ഒരു വിക്ടിമാണെന്നും ബാങ്കിൽ നടന്ന മോഷണവുമായിട്ട് രാജീവന് ഒരു ബന്ധവുമില്ല. മോഷ്ടിക്കപ്പെട്ട പണം മറ്റെവിടെയോ ഉണ്ട്. അത് പോലീസുകാർ അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്നും രാജീവൻ അതുമായിട്ട് ബന്ധമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ ഓൾറെഡി രാജീവന് ഒരുപാട് പബ്ലിക്കിന്റെ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് രാജീവനെ ആൾക്കാര് തലയിലേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കേസ് മുഖ്യമന്ത്രി കുത്തിപ്പൊക്കുന്നു. ഒരു MLA നടത്തിയ പീഡനത്തെ പറ്റിയുള്ള കേസ് പുറത്തു വന്നതോടുകൂടി മീഡിയ എല്ലാം അതിന്റെ പിറകെ പോയി. രാജീവന്റെ കേസിന്റെ പിറകെ ആരും പോയില്ല. പിന്നീട് ആരും രാജീവനെ മൈൻഡ് ചെയ്തുമില്ല. അയാൾ ഫ്രീ ആയി. ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ജിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സാറിന്റെ മകളെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷമില്ലെന്ന് ജേക്കബ് ചോദിക്കുമ്പോൾ ജേക്കബിന്റെ ഭാര്യ മോളിയാകട്ടെ രാജീവനോട് ചോദിക്കുന്നുണ്ട്, സാറിന് ശരിക്കും സാറിന്റെ മകളെ തിരിച്ചു കിട്ടിയൊന്ന്. സാധാരണ ഈ പ്രായത്തിലുള്ളൊരു കുട്ടി പെരുമാറേണ്ട രീതിയിലല്ല ജിയ ഒരു രാത്രി പെരുമാറിയത്. ജിയ ഒരു രാത്രി ഇവരുടെ കൂടെ ആയിരുന്നല്ലോ. അമ്മയും അച്ഛനെയും കാണണമെന്ന് പറഞ്ഞിട്ട് അവൾ ഒരു തവണ പോലും കരഞ്ഞില്ല. അവൾ അനുസരണയുള്ള കുട്ടികളെ പോലെ ഒന്നും മിണ്ടാതെ കൊടുത്ത ആഹാരമൊക്കെ കഴിച്ച് അവിടെ കിടന്നുറങ്ങി. ഇങ്ങനെയല്ല ഒരു കുട്ടി പെരുമാറേണ്ടത്. വാശി പിടിക്കണം, അമ്മയും അച്ഛനെയും കാണണമെന്ന് പറഞ്ഞിട്ട്. സാധാരണ കുട്ടികളെ പോലല്ല സാറിന്റെ കുട്ടി പെരുമാറിയത്. അതിനകത്തൊരു കുഴപ്പമുണ്ടെന്ന് മോളി പറഞ്ഞതും തങ്ങളുടെ മക്കൾ അനുഭവിക്കുന്ന ട്രോമ എന്താണെന്ന് പതിയെ മീരയും രാജീവനും മനസ്സിലാക്കുകയായിരുന്നു. മക്കളെയും കൂട്ടി അവർ അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നു. അവരുടെ അവസ്ഥയെല്ലാം ഇതിനോടകം ജനങ്ങൾ ന്യൂസിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓട്ടോക്കാരൻ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയില്ല. ആ ഫ്ളാറ്റിലുള്ള ആൾക്കാരൊന്നും തന്നെ ഇപ്പോൾ അവരെ മോശമായിട്ടുള്ള കണ്ണുകൊണ്ടല്ല കാണുന്നത്. തെറ്റിദ്ധരിക്കപ്പെട്ടതിന്റെ പേരിൽ ജനങ്ങൾ ഓൾറെഡി അവരെ ഒരുപാട് ദ്രോഹിച്ചു. ആ ഫ്ളാറ്റിലുള്ള ആൾക്കാര് അവരോട് സോറി പറഞ്ഞ ശേഷം അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹാരം കൊണ്ടു കൊടുക്കുന്നു. ഫ്ളാറ്റ് മുഴുവൻ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. പോലീസുകാരും മറ്റും വന്നിട്ട് അവിടെ എല്ലാം വൃത്തികേടാക്കിയിട്ടിരിക്കുന്നു. ജിയോട് മീര റെഡിയായി സ്കൂളിലേക്ക് പോകാൻ പറയുന്നുണ്ട്. ഇന്നും പോകണമെന്ന് അവൾ സങ്കടത്തോട് ചോദിക്കുന്നു. തിരിഞ്ഞൊന്ന് രാജീവനെ നോക്കിയപ്പോൾ ഇന്ന് പോകണ്ടാന്ന് രാജീവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയം ജിയയും ചിരിച്ചു. കുറെ നാളുകൾക്ക് ശേഷമായിരുന്നു അവൾ രാജീവനെ നോക്കി ചിരിക്കുന്നത്. ആ സമയം വീടിനുള്ളിൽ നിന്നും രാജീവന് ജേക്കബ് എന്ന് എഴുതിയ ഒരു താക്കോല് കിട്ടുന്നുണ്ട്. അപ്പോഴാണ് ജേക്കബ് പറഞ്ഞൊരു കാര്യം രാജീവൻ ഓർക്കുന്നത്. ജിയെ അനസിന്റെ
വീട്ടിൽ നിന്ന് രക്ഷിക്കുമ്പോൾ ആ പണമെല്ലാം തന്നെ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. ജേക്കബ് അത് സേഫായിട്ട് ആ ഫ്ളാറ്റിൽ നേരത്തെ ഒളിപ്പിച്ചിരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ താക്കോലായിരുന്നു അത്. പണം എവിടെയുണ്ടെന്ന് സാറിനറിയാം. അതിൽ നിന്ന് ഞാൻ ആവശ്യപ്പെട്ട 70 ലക്ഷം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതെന്തിനാണെന്ന് സാർ ഇതുവരെയും എന്നോട് ചോദിച്ചിട്ടില്ല. ഒരുപക്ഷെ സാർ അന്വേഷിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കുമല്ലോ സാർ എന്നോട് ചോദിക്കാതിരുന്നതും സാറിന്റെ മകളെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതും. അതുകൊണ്ട് 17 കോടിയിൽ നിന്ന് 70 ലക്ഷം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം സാറിനുള്ളതാണെന്ന് പറഞ്ഞ് ആ താക്കോൽ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ജേക്കബ് പോയത്. ഇനി എന്തിനാണ് ജേക്കബിന് അത്രയും തുകയെന്നാണ് നമ്മളെ കാണിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ജേക്കബിന്റെ മകൾ എന്തോ അസുഖബാധിതയായിട്ടാണ് മരിച്ചത്. അവളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ജേക്കബ് ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിയിരുന്നു. എന്നാൽ ചികിത്സ ഫലം കണ്ടില്ല. ആ കുട്ടി മരിച്ചു. തന്റെ മകളെ സഹായിച്ച എല്ലാവർക്കും ആ കാശ് തിരിച്ചു കൊടുക്കണമെന്ന് ജേക്കബിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ 70 ലക്ഷം രൂപ ആവശ്യപ്പെട്ടത്. അയാൾ ഫോൺ വിളിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കാശ് കടം വാങ്ങിയ എല്ലാവർക്കും കാശ് തിരിച്ചിട്ടു കൊടുത്തുകൊണ്ടേയിരുന്നു. ഇവിടെ ബാക്കിയുള്ള പണം എടുത്തുകൊണ്ട് രാജീവൻ ഫ്ളാറ്റിലെത്തി. ആ പണവും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു രാജീവനും മീരയും. ഈ പ്രാവശ്യം റൂമിൽ നിന്ന് വഴക്കൊന്നും കേൾക്കാത്തത് കാരണം കുട്ടികൾ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. അച്ഛൻ ആ പണം കൊണ്ടുപോയി കളയുമ്പോൾ പ്രശ്നമെല്ലാം തീരുമെന്ന് 2 കുട്ടികളും പറയുന്നുണ്ട്. എന്നാൽ രാജീവനും മീരയും തങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളെല്ലാം മറന്ന് ഈ പണം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.